ഈ നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ ചെറുക്കാൻ സെൻസറുകളും അലാം മെസ്സേജുകളും. അതുമാത്രമല്ല, കാലാവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. മാറുന്ന കാലാവസ്ഥയിൽ മണ്ണിൽ ജലാംശം നിലനിർത്താനും ഒഴിവാക്കാനുമുള്ള സാങ്കേതിക വിദ്യ എങ്ങനെയുണ്ടാകും? തിരുവനന്തപുരത്ത് നടന്ന ലിറ്റിൽ കൈറ്റ് സംസ്ഥാനതല ക്യാമ്പിലാണ് കുഞ്ഞു കുട്ടികളൊക്കെ തയ്യാറാക്കിയ റോബോട്ടിക് ഉൽപ്പന്നങ്ങളൊക്കെ പ്രദർശിപ്പിച്ചത്. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം ഒന്ന് കണ്ടുവരാം. 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് നിരവധി വിദ്യാർത്ഥികൾ. ഈ മിടുക്കരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. എൻ്റെ പ്രൊജക്റ്റിൻ്റെ പേര് സ്മാർട്ടോക്ക് എന്നാണ്. നമ്മളിപ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സംസാരശേഷിയില്ലാത്ത കുറച്ച് പേരെ കാണാൻ കഴിയും. അവർക്ക് സംസാരശേഷി ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല അവർ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്, സൈൻ ലാംഗ്വേജ് നമുക്ക് അറിയാത്തത് കൊണ്ട് കൂടിയാണ് അവർക്ക് ഈ പ്രോബ്ലംസ് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ സൊല്യൂഷനായിട്ട് ഈ പ്രോട്ടോടൈപ്പ് അവതരിപ്പിച്ചത്. ഇതിൽ ടോട്ടലി 5 ഫ്ലെക്സ് സെൻസേഴ്സ് വെച്ചിട്ടുണ്ട്. ഓരോ ഫ്ലെക്സ് സെൻസേഴ്സിലും ഓരോ ടെക്സ്റ്റ് ഡാറ്റാസ് വെച്ചിട്ട് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോർ ചെയ്ത ഫ്ലെക്സ് സെൻസേഴ്സ് ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് MIT ആപ്പ് ഇൻവെൻറ്റർ വഴി ഞാൻ ഉണ്ടാക്കിയ ഒരു ആപ്ലിക്കേഷനിലേക്ക് ആ ടെക്സ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയും എന്താണോ ആ ടെക്സ്റ്റ് ഡാറ്റ അത് അവിടെ ഡിസ്പ്ലേ ചെയ്യുകയും പിന്നെ അവിടെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യുന്നു. വയനാട് നിന്നും കൊല്ലത്ത് നിന്നും വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യകൾ വിദ്യാർത്ഥികൾ പ്രദർശനത്തിലൊരുക്കി. ഞങ്ങളെ വയനാട്ടിൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ആനിമൽസ് ആണ്. അപ്പോൾ ഈ വൈൽഡ് ആനിമൽസ് നാട്ടിലിറങ്ങിയിട്ട് മനുഷ്യർക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഡേഞ്ചറസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആനിമൽ, ടൈഗറോ ബിയറോ എലിഫൻ്റ് ഏതെങ്കിലും ഒരു ആനിമൽ വരികയാണെങ്കിൽ ആ ആനിമലിനെ ഡിറ്റക്റ്റ് ചെയ്യും. ആ ഡിറ്റക്റ്റ് ചെയ്ത ശേഷം അവിടെ ഒരു സ്കെയർ ടാക്ടിക്സും വർക്ക് ചെയ്യും. അതിനുശേഷം ഒരു പബ്ലിക് അലേർട്ട് സിസ്റ്റത്തിലൂടെ അവിടെ ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾക്ക് ഒരു അലേർട്ട് ലഭിക്കുകയും ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലാണ് കൈറ്റ് വഴി വിതരണം ചെയ്ത റോബോട്ടിക് കിറ്റുകളെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. നൂതന സാങ്കേതിക വിദ്യകളിൽ കേരളം കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ്. വരും കാലങ്ങളിൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഈ മാതൃകകൾ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നും മന്ത്രി. സ്വയം അറിവ് കണ്ടെത്തുന്നതിനും പുതിയ അറിവുകൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നത്. ഒറ്റയ്ക്കും കൂട്ടായ്മയിലൂടെയും ആവും പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ലിറ്റിൽ കൈറ്റ് സംസ്ഥാനതല ക്യാമ്പിലാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിച്ചത്. നമ്മുടെ കേരളം സ്ഥിരമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കൃഷിപ്പാടങ്ങളിൽ ജലത്തിൻ്റെ അളവ് കൂടുകയും അതേപോലെ കുറയുകയും. അപ്പോൾ അതിനായിട്ടൊന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണിത്. ഇതിൽ ഈ കാണുന്ന 4 സ്ക്വയറുകൾ നമ്മുടെ ഈ ഒരു അഗ്രികൾച്ചർ ഫീൽഡാണ്. ഈ ഒരു സെൻസറുകളാണ് നമ്മുടെ സോയിലിലുള്ള വാട്ടർ മോയ്സ്ചർ കണ്ടന്റ് റീഡ് ചെയ്യുന്നത്. ആ ഒരു റീഡ് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു ആർഡിനോ പ്രോസസ്സ് ചെയ്യും. ഈ ഒരു ആർഡിനോ പ്രോസസ്സ് ചെയ്ത ഡാറ്റ നേരെ കമ്പ്യൂട്ടറിലോട്ട് സെൻഡ് ചെയ്യും. കമ്പ്യൂട്ടർ ആ ഒരു ഔട്ട്പുട്ടിനെ അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ആർഡിനോയിലോട്ട് സെൻഡ് ചെയ്യും. വാട്ടർ ലെവല് ലോ ആണെങ്കിൽ അങ്ങോട്ട് വെള്ളം പമ്പ് ചെയ്യാനും, ഹൈ ആണെങ്കിൽ ഇവിടെ നിന്നുള്ള വെള്ളം നമ്മളെ വാട്ടർ സോഴ്സിലോട്ട് പമ്പ് ചെയ്ത് കളയാനും ചെയ്യും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഗോകുലെ, ഗുഡ് മോർണിംഗ്. എന്തുമാത്രം ഐഡിയകളാ പിള്ളേർ മുന്നിലോട്ട് കൊണ്ടുവരുന്നതല്ലേ? സ്വന്തം നാട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണണം എന്നുള്ളത് കൊണ്ട് തന്നെ അവിടത്തേക്ക് വേണ്ടിയിട്ട്, സ്വന്തം നാടിന് വേണ്ടിയിട്ട് ഓരോ നിർദ്ദേശങ്ങളൊക്കെ മുന്നിലേക്ക് വരുന്നു, അത് അവതരിപ്പിക്കുന്നു. അതൊക്കെ പ്രാവർത്തികമാകുമെന്ന്, ഭാവിയിൽ അതെല്ലാം തന്നെ നടപ്പിലാക്കും എന്നുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ എത്ര ഐഡിയകളാണ് കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവന്നത് അല്ലേ? എന്തൊക്കെ ഉണ്ടായിരുന്നു? പൂജ, തീർച്ചയായും നമ്മൾ ഈ പറയുമ്പോഴും ഈ വന്യജീവി സംഘർഷങ്ങൾ, മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഒഴിവാക്കാനുള്ള നിരവധി മോഡലുകൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. അതിൽ ചില മോഡലുകളാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണിച്ചിട്ടുള്ളത്. അത് കാണിക്കുന്നതിന് പരിമിതികളുണ്ട്. കാരണം കുട്ടികൾ എല്ലാ പ്രോട്ടോടൈപ്പുകളും കൃത്യമായി വികസിപ്പിച്ചിട്ടില്ല. പക്ഷേ കൃത്യമായി വികസിപ്പിച്ച ചില പ്രോട്ടോടൈപ്പുകളാണ് നമ്മൾ കാണിച്ചത്. അതിൽ പ്രധാനമായിട്ട് ആദ്യം എടുത്തു പറഞ്ഞ ഒന്ന്, ഈ കുട്ടികൾ വികസിപ്പിച്ചിട്ടുള്ള ഒന്നാണ് കടുവയോ കരടിയോ സിംഹമോ തുടങ്ങിയ കാര്യങ്ങൾ. അത് പ്രത്യേകിച്ച് ഗുജറാത്തിലെ അടക്കമുള്ളിടത്തൊക്കെ ഈ സിംഹം അടക്കമുള്ളവ ഇറങ്ങുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കാൻ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പം ഒന്ന്, ഈ ഒരു വന്യജീവി സംഘർഷങ്ങൾ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെ ചെറുക്കാമെന്നുള്ള ഒരു കണ്ടുപിടുത്തത്തിൻ്റെ ഭാഗമായി അവ നിർമ്മിച്ച ചില കണ്ടുപിടുത്തങ്ങളുടെ ഭാഗമായിട്ടുള്ള ചില പ്രോട്ടോടൈപ്പുകൾ, അതിൽ കൃത്യമായി ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും രേഖപ്പെടുത്തി മൃഗങ്ങൾ ഏതാണ് ഇറങ്ങിയത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ സാധിക്കുന്ന സംവിധാനം. അത് നമുക്ക് ഈ KSEB എന്നൊക്കെ കൃത്യമായി മെസ്സേജ് വരുന്നത് പോലെ തന്നെ ഈ സംവിധാനം ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യും. അതേപോലെ തന്നെ മറ്റൊന്ന്, ഈ
സംസാരശേഷി ഇല്ലാത്ത ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണ് ഇത്തരത്തിൽ അവരുടെ ഭാഷ നമുക്കറിയാത്തത്, ആ സൈൻ ലാംഗ്വേജ് അറിയാത്തത്. ഇനി സൈൻ ലാംഗ്വേജ് അറിയാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, അവർ കാണിക്കുന്ന ആക്ഷൻസ് ഒക്കെ നമുക്ക് ഫോണിൽ ഡീകോഡ് ചെയ്തു വരുന്ന സംവിധാനങ്ങൾ. അങ്ങനെ നിരവധി വ്യത്യസ്തമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിലൂടെയാണ് കുട്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കൈറ്റുമായി ലിറ്റിൽ കൈറ്റ്സ് എന്ന പദ്ധതി പ്രകാരം കുട്ടികൾ ഈ ഒരു ക്യാമ്പിലാണ് ഇത്തരത്തിൽ നിരവധി ഐഡിയകൾ, അവരുടെ ആ ആശയങ്ങളൊക്കെ അതിനൂതനമാണ്. ഇതൊക്കെ ഒരു ബിസിനസ് ടൈപ്പിലേക്കൊക്കെ മാറുകയാണെങ്കിൽ അത് എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്നലെ ഞാനൊരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് ഈ വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കുവാനുള്ള ചില ക്യാമറകളെ പറ്റിയിട്ടൊക്കെ കാണുകയുണ്ടായി. അത് ഈ നോർത്ത് അമേരിക്കയിലും കാര്യങ്ങളിലും ഒക്കെയാണ് അത് കണ്ടുവരുന്നത്. അതിന് സമാനമായിട്ടുള്ള ചില ക്യാമറകളൊക്കെ ഞാൻ ഇന്നലെ അവിടെ കണ്ടു. അതൊക്കെ ഒരുപക്ഷെ ഒരു വാണിജ്യ അടിസ്ഥാനത്തിലൊക്കെ മുൻപോട്ട് പോവുകയാണെങ്കിൽ അത് തീർച്ചയായും ഇത്തരത്തിൽ നമുക്ക് നിലവിൽ നിലനിൽക്കുന്ന ഒരു സംഘർഷാവസ്ഥയൊക്കെ കുറയ്ക്കാൻ സാധിക്കും. കുറയ്ക്കുന്നതിനപ്പുറത്തേക്ക് ഈ മനുഷ്യജീവൻ ഉണ്ടാകുന്ന ആ ഒരു വിടവ് കുറവ് ഒക്കെ നികത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു വളരെ വലിയ ഇന്നോവേറ്റീവായിട്ടുള്ള രീതിയിലാണ് അവരുടെ ആ ഒരു പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും അതിന് കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ അതിനെ പ്രൊമോട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. കാരണം അത്രത്തോളം ഒരു ശാസ്ത്രജ്ഞൻ എങ്ങനെ ചിന്തിക്കുന്നോ അതിനപ്പുറത്തേക്കൊക്കെ കുട്ടികൾ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കണ്ട ഓരോ കുട്ടിയും 9ലും 10ലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവർക്ക് അത്രത്തോളം തന്നെ ആ ഒരു ചിന്താശേഷി മുൻപോട്ട് പോയി സമൂഹത്തിൽ. ഏറ്റവും എനിക്ക് തോന്നുന്നു ചില ഇന്നോവേഷൻസ് നമ്മൾ പോലും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ ശാസ്ത്രലോകം ഇതുവരെ പിന്തുടരാത്ത ചില കാര്യങ്ങളൊക്കെയാണ്. ഒന്ന്, ഈ കേരളം നിലവിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ്. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഒരു സമയത്ത് വെള്ളം കൂടി നിൽക്കുകയും മറ്റൊരു സമയത്ത് ജലാംശം തീരെ ഇല്ലാതിരിക്കുകയും മണ്ണിൽ തീരെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി ചില സെൻസറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ സെൻസറുകളാണ് ഇപ്പോൾ നമ്മൾ മുൻപ് കണ്ടത്. പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു ടീമാണ് അത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ വെള്ളം കൂട്ടാനും അതേപോലെ തന്നെ കൂടി നിൽക്കുമ്പോൾ അതിനെ കുറയ്ക്കാനും സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആ കൃഷി എത്രത്തോളം വിജയകരമാക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് കൂടെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില വ്യത്യസ്തതരം കണ്ടുപിടുത്തങ്ങളും ഒക്കെ കുട്ടികൾ തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഗോകുലെ, നമ്മൾ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. വന്യജീവി പ്രശ്നം ഇപ്പോഴേ ചൂടാണ്, കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. ഒരുപക്ഷെ ഈ കുട്ടികളെല്ലാവരും സ്വന്തം നാടും തങ്ങളും ഒക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അത് മനസ്സിൽ കൊണ്ടുകൊണ്ട് അതിന് ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ള ചിന്തയിൽ നിന്ന് കൂടിയാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് അല്ലേ. ഇവരുടെ കയ്യിൽ പോലും ആശയങ്ങളുണ്ട്. അതെല്ലാം വരുന്ന കാലത്ത് ഇനിയെങ്കിലും അതെല്ലാം ഓരോ രീതിയിൽ പ്രാവർത്തികമായി മുന്നിലേക്ക് വരട്ടെ. അങ്ങനെ ഓരോരുത്തരും ആശങ്കയില്ലാതെ കഴിയട്ടെ. എല്ലാവരുടെ കയ്യിലും കുട്ടികൾക്കൊക്കെ നല്ല കാഞ്ഞ ബുദ്ധിയാണല്ലോ എന്ന് പറഞ്ഞ് കണ്ണുവിടാനൊന്നും നിൽക്കണ്ട. അവരും വളർന്നു വരട്ടെ. മക്കളെല്ലാവരും അടിപൊളിയാണ്. അങ്ങനെ ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജ്ജം അത് നമ്മൾ തന്നെ കൊടുക്കണം. ശരി ഗോകുലെ.